ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഉള്ളി തക്കാളി ഒന്നും വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾ ഒരുപാട് കൂടി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടുള്ളത് ഒരു 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 തക്കാളിയാണ്, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ 4 തക്കാളി വരെ ചേർക്കുക. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരു 4 സവാള അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. 1 കിലോ ചിക്കൻ 1 കിലോ റൈസ് വെക്കുമ്പോൾ ഒരു 4 സവാള മതി കേട്ടോ. ഒരുപാട് സവാളയുടെ ആവശ്യമൊന്നുമില്ല. ഈ സവാളേനെ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനും ബാക്കി മസാലയിലേക്കും ആവശ്യത്തിന് തന്നെ ഉണ്ടാവും. ഇത് നല്ല പോലെ കരിയാണ്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ ഓയിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിലും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയാൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓയിലോ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ സവാള ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഓയിൽ തന്നെ മതി. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല തീയിൽ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തക്കാളി വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി വഴറ്റുക അങ്ങനെയൊന്നും സമയം പോകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഞാനൊരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ മസാലയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ബിരിയാണി മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില പുതിനയിലും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല, കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു 1/4 ഭാഗം ഒന്ന് മാറ്റി വെക്കുക. ചോറ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിൽ നന്നായിട്ട് തന്നെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് സമയം മസാലയൊക്കെ പുരട്ടി വെക്കണോണ്ട് തന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറാക്കി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്യാം. അപ്പോൾ ചോറ് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില പുതിനയില അരിഞ്ഞത്, ഗരം മസാല ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല. അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സമയത്തൊന്നും ഞാൻ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് മാത്രമാണ് കുറച്ച് നെയ്യ് ഒഴിക്കുന്നത്. ആ ഒരു ചിക്കൻ്റെ മസാലയിൽ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള നെയ്യ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചോറിൽ ഇങ്ങനെ ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത ലെയർ ചോറും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. മസാലയൊന്നും വഴറ്റി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ബിരിയാണിയാണ്. നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യൊക്കെ മുകളിൽ ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ആവിയൊക്കെ കയറിയിട്ട് ആ ഒരു ചോറും ചിക്കനും എല്ലാം കൂടെ നല്ലൊരു ഇതായി വരുന്ന സമയത്താണ്. ഒരു 10 മിനിറ്റ് മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം വിളമ്പിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു തൈരോ സാലഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.